നമസ്കാരം. ഈ സുരേഷ് ഗോപിക്ക് എന്നാ പറ്റി എന്ന് ചോദിക്കുന്നില്ല. സുരേഷ് ഗോപി അതങ്ങനെയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ നടത്തിക്കൂട്ടണം എന്നുള്ള ആഗ്രഹമല്ല, മറിച്ച് എന്തൊക്കെയോ ആണ് താൻ എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് സുരേഷ് ഗോപി ലക്ഷ്യം വയ്ക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കലുങ്ക് സംവാദം എന്തായി തീർന്നു? കലുങ്ക് സംവാദത്തിന്റെ അവസ്ഥ തുടക്കത്തിൽ തന്നെ പിഴച്ചില്ലേ കലിംഗ സംവാദം. ആ കലിംഗ സംവാദവും ഇരിക്കുന്ന സമയത്ത് ഒരു രാജാവിനെ പോലെ ഒരു കുടയൊക്കെ പിടിച്ച് പുറയിൽ ഒരാൾ ഇങ്ങനെ കുട പിടിച്ചുകൊണ്ടിരിക്കണം, തമ്പുരാൻ സംസാരിച്ച് തീരുന്നവരെ. അല്ലെ തമ്പുരാൻ ചൂടാവും, തമ്പുരാന് ദേഷ്യം വരും. അപ്പോൾ ഇപ്പൊ സുരേഷ് ഗോപി രാജാവ് അവിടെ ഇരിക്കുന്ന സമയത്ത് രാജാവിന്റെ പിന്നിൽ കുടയും പിടിച്ച ആൾ നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് അവിടെ ഇരുന്ന് വിഡ്ഢിത്തം വിളമ്പുകയാണ്. ഇവിടെ എയിംസ് കൊണ്ടുവരും, ആലപ്പുഴയിൽ എനിക്ക് സ്ഥലം വേണം, അപ്പോൾ ആലപ്പുഴയിൽ ആ സ്ഥലം വിട്ടു വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുവരും. ഇനി തൃശ്ശൂരും പറ്റിയില്ലെങ്കിൽ ഞാൻ സ്റ്റാലിനെ വിളിക്കും. സ്റ്റാലിനെ വിളിച്ചിട്ട് വരും, എന്താണ് എൻ്റെ കയ്യിൽ ഒരു എയിംസ് ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം കണ്ടുപിടിച്ചാൽ ഞാൻ അവിടെ വെച്ചുതരാം എന്ന് പറയുന്ന ഒരു വട്ട്. അത് അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയേണ്ടി വരും. അപ്പോഴാണ് രാജാവിനെ മുഖം കാണിക്കാനും രാജാവിൻ്റെ കയ്യിലേക്ക് ഒരു നിവേദനം സമർപ്പിക്കാനും പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരുന്നത്. ആ മനുഷ്യനെ പുലയാട്ട് നടത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന കൊച്ചുവേലായുധനെ പോലുള്ള സാധാരണക്കാർ. അതൊരു പ്രതീകമാണ് ശരിക്കും. അങ്ങനെ നിരവധി ആളുകളുടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. ഞാൻ ഒരു രാജാവാണ്, എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇത്തരം ചീള് കേസുകളുമായി, വീടില്ല എന്ന് പറയുന്നത് ചീള് കേസാണ്, അത്തരം ചീള് കേസുകളുമായി എൻ്റെ മുന്നിലേക്ക് വരരുത് ദൈവീകൃത്ത്. നിങ്ങൾ അവിടെ കരുവന്നൂർ ബാങ്കിൽ, സഹകരണ ബാങ്കിൽ നിക്ഷേപം പോയെങ്കിൽ അത് ഇടി പിടിച്ചു വെച്ചിരിക്കുന്ന പൈസയിൽ റിലീസ് ചെയ്ത് ഞങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നു. അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഞാൻ മന്ത്രി, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ? നിങ്ങളുടെ മന്ത്രി? ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഈ രാജ്യത്തിന്റെ മന്ത്രി ആയതുകൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പെട്രോൾ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പെട്രോളിയം സഹമാണല്ലോ. അപ്പോഴും നമുക്ക് വലിയ പ്രയോജനമൊന്നും തന്നെ ഇല്ല. അപ്പോ പുള്ളിയുടെ വിചാരം, അല്ലെങ്കിൽ സുരേഷ് ഗോപി വിചാരിച്ചു വെച്ചിരിക്കുന്നത്, സുരേഷ് ഗോപി ആണ് ഈ ലോകം മുഴുവൻ കുലുങ്ങും, അതായത് തൻ്റെ മൂട് കുലുങ്ങുമ്പോൾ ലോകം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതുന്ന ഒരു പക്ഷിയുണ്ട്. അപ്പൊ ആ പക്ഷിയുടെ അവസ്ഥയാണ്. ഞാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് നടക്കാത്തതായി ഒന്നുമില്ല എന്ന് കരുതുന്ന ഒരു ആളാണ്. കാര്യം അദ്ദേഹം ഒരിക്കൽ പോലും രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ അഭിനയിക്കുന്നത് നിർത്തിയിട്ടില്ല. രഞ്ജി പണിക്കരുടെ പരചന്ദ്രൻ IPS പോലുള്ള സിനിമയിലെ അഭിനയത്തിൽ നിന്ന് ഇതുവരെ മോചിതനാകാത്ത ഒരാളാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യം തന്നെയാണ്. താൻ തലയുയർത്തി നടക്കുമ്പോൾ തൻ്റെ മുന്നിൽ, തനിക്ക് അത്ര ഉയരമുള്ളത് കൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ കാണുന്ന എല്ലാം ചെറിയ ആൾക്കാരാണെന്നും അവരോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ എന്ന് പറയുന്ന ധാർഷ്ട്യം കലർന്ന ഒരു പഴയ മാടമ്പി ജന്മി തന്നെയായി തന്നെ ജീവിക്കുന്ന ഒരാളാണ് ശരിക്കും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി. അതുകൊണ്ടാണല്ലോ പലരോടും നിങ്ങളുടെ മന്ത്രി അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. എന്തിനാണ് അഹന്ത? പിന്നെ പറയുന്നത് എയിംസ് ഇവിടെ കൊണ്ടുവരും ഞാൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. അത് എന്നാ മുതലാണെന്ന് നമുക്കറിയത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയായി മാറിയത് എന്നാണ് നമുക്കറിയില്ല. അത് ഇനി പുതിയ PSCയിലൊക്കെ പുതിയ പരിഷ്കരണം വരുത്തേണ്ടി വരും. കാര്യം സുരേഷ് ഗോപി കണ്ടുപിടിച്ചതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നുള്ള ഒരു തിരുത്തൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലാണ് എയിംസ് വരേണ്ടത്. അപ്പോൾ എയിംസ് വന്നു കഴിഞ്ഞുള്ള ഗുണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതെല്ലാം വികസിക്കും, ആ പ്രദേശം വികസിക്കും. പിന്നെ മറ്റൊരു കാര്യം, റിയൽ എസ്റ്റേറ്റുകാർക്ക് കൂടുതൽ ഗുണകരമാവും. എന്തിനാണ് സുരേഷ് ഗോപി ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സ്വന്തമായി ജനങ്ങൾ മണ്ടത്തരം പറ്റി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, ഇപ്പൊ തന്നെ നമുക്കറിയാം തൃശ്ശൂരിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖകൾ പുറത്തു വരുന്നു. എന്നിട്ട് അതോടൊപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഇല്ല എന്നറിയുന്നത് വോട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് പലരും. 24,000-ത്തിലധികം വോട്ടുകൾ അങ്ങനെ ചിലർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനും LDFനും കിട്ടേണ്ട വോട്ടുകൾ പലതും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചില രേഖകൾ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പോലും അറിയാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കള്ളക്കളികൾ, കാരണം മറ്റ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും ഈ പറയുന്ന BJP പറയുന്നിടത്ത് കുത്തുള്ളുന്ന ഒരു വികൃതിക്കുട്ടനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തി അത് വലിയ അത്ഭുതമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത്തരം നെറികേടുകൾ ഇനിയിപ്പം അങ്ങനെ ആ തൃശ്ശൂരിനല്ലേ കൊടുക്കേണ്ടത്? അല്ല, ആലപ്പുഴയാണ്. ഇനി എന്താണ്, ഇനി ആലപ്പുഴ കൂടി എടുക്കാനുള്ള എന്തെങ്കിലും പദ്ധതി സുരേഷ് ഗോപി തമ്പുരാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. ഇനിയിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു, ഇനിയിപ്പോൾ ആലപ്പുഴയിൽ കുറച്ചൊന്ന് സഹകരിക്കാം, ആലപ്പുഴയെ കൂടെ കയ്യിലെടുക്കാം, ഞാനിങ്ങ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ഒരു ധാരണ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് ഉണ്ടായേക്കാം.
പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. എയിംസിന്റെ കാര്യത്തിൽ എയിംസ് കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ തമിഴ്നാടിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. തമിഴ്നാടിന് ഞാൻ കൊടുക്കുവേ ഉള്ള കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകും. രണ്ട് കട വിൽക്കാൻ വെച്ചിരിക്കുക തേങ്ങ വല്ലതും ആണോ എടുത്തു കൊടുക്കാൻ? എയിംസ് അല്ലേ? എന്നിട്ട് പറയുകയാണ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് കൂടെ ഹെലികോപ്റ്ററിൽ കയറി വാ. ആരോട്? പിണറായി വിജയനോട്. എൻ്റെ കൂടെ ഹെലികോപ്റ്ററിൽ കയറി ഞാൻ ആലപ്പുഴ സ്ഥലം കാണിച്ചു തരാം. ഏതാണെന്നറിയാം? ഉദയ സ്റ്റുഡിയോയുടെ 300 ഏക്കർ. അത് പോരാ എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് അത്രയും ഭൂമി തന്നെ ഞാൻ വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പണ്ടൊരു സംഭവം ഉണ്ടായതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ നിധി ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെ കരുണാകരൻ ചെയ്തൊരു പരിപാടിയായിട്ട് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കെ കരുണാകരൻ ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് ദുരിതാശ്വാസ ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് അതോറിറ്റിയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് ഹെലികോപ്റ്റർ നേരെ കുട്ടനാട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞു, എല്ലാം കുഴപ്പമില്ലാത്ത ഒരവസ്ഥ കിടക്കുകയാണ് കേരളം. അപ്പോൾ ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഹെലികോപ്റ്ററിൽ വന്ന ആളിനെയും കൂട്ടിയിട്ട് ഈ ഹെലികോപ്റ്ററുമായിട്ട് നേരെ കുട്ടനാടേക്ക് പോയി. അപ്പോൾ കുട്ടനാട് സ്വാഭാവികമായി നമുക്കറിയാം വെള്ളക്കെട്ടുകളുടെ ഒരു പ്രദേശമാണല്ലോ, എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. അവിടെ കൊണ്ടുവന്നിട്ട് പറയേണ്ട വയലും വീടുകളൊക്കെ നിൽക്കുന്നുണ്ട്, ഇത് മൊത്തം വെള്ളത്തിലാണ്, ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്, നമ്മൾ വെള്ളപ്പൊക്കം കാരണം നമ്മൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടുന്ന് പറഞ്ഞു വിടുകയും ആ ഫണ്ട് കേരളത്തിന് മേടിച്ചെടുക്കുകയും ചെയ്ത ഒരാളായിരുന്നു കെ കരുണാകരൻ. എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ എൻ്റെ കൂടെ കയറി വാ, ക്ലിഫ് ഹൗസിലെത്തി നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം വീട്, സ്ഥലം, എന്തിന് എയിംസ് വരേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം, അവിടെ എനിക്ക് പെർമിഷൻ മാത്രം തന്നാൽ മതി, തൊട്ടടുത്ത ദിവസം എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങും എന്നുള്ളതാണ്. MD രമേശ് വന്നിട്ട് പറഞ്ഞു, ഇത് ചുമ്മാ പറയാൻ നടക്കുന്നത്, കേരളത്തിന് തന്നെ എയിംസ് കിട്ടും, കേരളത്തിന് തന്നെ എയിംസ് അനുവദിക്കും. ഇപ്പം ഈ സുരേഷ് ഗോപി പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ എയിംസ് വരേണ്ടതാണ്. അത്രത്തോളം ഹോൾഡ് ഉള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അപ്പോൾ അത് മിക്കവാറും കേരളത്തിൻ്റെ തിരുവനന്തപുരത്തൊരു എയിംസ്, കൊല്ലത്തൊരു എയിംസ്, പത്തനംതിട്ട ഒരു എയിംസ് എന്ന് പറയുന്ന പോലെ അങ്ങ് കാസർഗോഡ് വരെ എയിംസിൻ്റെ ബഹളമായിരിക്കും. എയിംസ് തട്ടി നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അത്രത്തോളം ഒരു ആർജവമുള്ള ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സുരേഷ് ഗോപി കുറച്ചുകൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്. കാര്യം കേരളത്തിലെ ഹിന്ദുക്കളെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ശബരിമലയെ പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാക്കി അല്ലെങ്കിൽ ഒന്നാക്കി മാറ്റുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയെ മോചിപ്പിക്കണം. ശബരിമല ഇനിയും ഇടതുപക്ഷത്തിനിട്ട് തട്ടുകളിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശബരിമല എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അതിനെ കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്ര ദേവസ്വം ബോർഡ് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയെ അങ്ങ് ഏറ്റെടുക്കണം. ശബരിമലയെ ഏറ്റെടുത്ത് എന്നിട്ട് ഇതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ കേന്ദ്രം നേരിട്ട് ശബരിമലയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. സംസ്ഥാന സർക്കാർ ഇടപെടുകയേ വേണ്ട. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടും. ശരി, പിടിച്ചു വിട്ടോളൂ. സുരേഷ് ഗോപി ഇന്നോ നാളെയോ വേണമെന്നുണ്ടെങ്കിൽ അത്തരം മൂവ്മെന്റുമായിട്ട് പോവുക. എന്ത് ലോജിക്കായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? ഒരു അധികാരം അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം, അത് സഹമന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ വ്യവസ്ഥകളെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടനയെ പോലും മാറ്റി എഴുതാനുള്ള അവകാശമല്ല എന്ന് ആരെങ്കിലും പാവപ്പെട്ട ആ മനുഷ്യനോടൊന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യൻ വേറൊരു അവസ്ഥയിലേക്ക് എത്തും. അല്ലെങ്കിൽ BJPക്കാരുടെ രാജീവ് ചന്ദ്രശേഖരനോടൊക്കെയാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അത് വേറൊരു തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ. ഇനിയിപ്പം കെ സുരേന്ദ്രനോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു വോയിസും ഇല്ല. കെ സുരേന്ദ്രൻ പണ്ടേ മണ്ടത്തരം പറഞ്ഞു നടക്കുന്ന ഒരാൾ. ഇനിയിപ്പോൾ ആകെപ്പാട് ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ളതെന്ന് തോന്നിയിട്ടുള്ള MD രമേശാണ്. ആ MD രമേശെങ്കിലും ഇവരെ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ ഈ പറയുന്ന ഒരു മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ സമൂലമായി പരിവർത്തനം നടത്താൻ കഴിയുന്ന, അതും സഹമന്ത്രിമാർക്ക്, ഒരു അവസ്ഥയല്ല. സുരേഷ് ഗോപി അത്രയ്ക്ക് ദണ്ണമാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ പെട്രോൾ പ്രൈസ്, അദ്ദേഹത്തിന്റെ വകുപ്പല്ലേ, പെട്രോളിയം മന്ത്രിയല്ലേ, സഹമല്ലേ, ആ പെട്രോളിയം മന്ത്രാലയവുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ കുറഞ്ഞ വിലയ്ക്ക്, പറയുന്ന പോലെ കെ സുരേന്ദ്രൻ ഇവിടെ വന്നിരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ പോലെ 50 രൂപയ്ക്ക് പെട്രോള് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞാൽ വേണ്ട എന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു സാഹചര്യത്തിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ എയിംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, എയിംസ് ഒക്കെ വരുമ്പം വന്നാൽ മതി. കാര്യം കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എയിംസ് തന്നാൽ അത്രയും നല്ലത്. അതിനൊക്കെ സുരേഷ് ഗോപിക്ക് പറ്റുമെങ്കിലും ഓക്കെ.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മന്ത്രാലയത്തിൽ ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ ആ പെട്രോളിന്റെ വിലയൊന്ന് കുറച്ച്, അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലേക്ക് എത്തുന്നതിൻ്റെ എങ്കിലും ആ GST ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ അല്ലെങ്കിൽ ടാക്സിനകത്ത് അതിനകത്തൊരു കുറവ് വരുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് പെട്രോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക്, ഇന്ന് 105 106 രൂപയ്ക്കാണ് നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. മൻമോഹൻ സിംഗ് ഇവിടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 49-50 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ പെട്രോളിന്റെ. ഇത്രയും കാലം കൊണ്ട് വീണ്ടും ഒരു 50 രൂപ കൂടി കൂട്ടി ഏകദേശം 100 രൂപയ്ക്ക് മേലെ പെട്രോളിന്റെ വില എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അത് കുറച്ചതാ. അതല്ലേ മിനിമമായി ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ ചെയ്യേണ്ടത്. അതെങ്കിലും ചെയ്തതാ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ ഈ ശബരിമലയിൽ ഇവിടെ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാക്കണം, എന്ന് വെച്ചാൽ ഈ ദേവസ്വം ബോർഡിന് ഒരു ഏകീകരണം ഉണ്ടാകണം, അത് കേന്ദ്രമായിരിക്കും നോക്കി നടത്തുന്നത്. എന്നിട്ട് കേന്ദ്ര പട്ടാളക്കാരെ കൊണ്ടുവന്നാൽ വിടുവോ? അപ്പോൾ അവിടെ എന്ത് ഹെലികോപ്റ്ററിൽ ആളെ അവിടെ കെട്ടി ഇറക്കുവോ? എന്താ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി? ഇത് എല്ലാവരുടെയും, ഇപ്പൊ ഈ ഹൈന്ദവ സംഘടനകളുടെയും BJPയുടെ ഒരു പ്രധാന ഒരു ലാക്ക് എന്ന് പറയുന്നത് ശബരിമലയാണ്. അതിനെ എങ്ങനെങ്കിലും ഹൈജാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന അത്യാവശ്യം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ എല്ലാം ഭരണം ഇവിടുത്തെ സംഘപരിവാർക്കാർക്ക് കിട്ടും. അവർക്ക് കയറി ഇറങ്ങി നിരങ്ങാനുള്ള പ്രദേശമായി ഈ പറയുന്ന ക്ഷേത്രങ്ങൾ മാറും. ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം അവർക്ക് ദണ്ഡപരിശീലനം നടത്താൻ പറ്റുന്ന ഒരു പ്രദേശമാക്കി അവർക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തുകൊണ്ട് അവിടെ വരുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റുക, അല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ വരുന്ന ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടുന്നത്. അത് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ATM കയറി അവിടെ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല. ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ATM കാർഡ് ഇട്ടിട്ട് കുത്തി പിന്നെ PS പ്രശാന്തിന് കാശെടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെയാണോ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെയുള്ള വിടുവായത്തം വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. അപ്പോൾ ഇത് ശരിക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വിഭാഗം ആൾക്കാർ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ MD രമേശിന് ഇച്ചിരി സ്ഥലകാല ബോധമുള്ള അദ്ദേഹത്തിന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം കണക്കാം. കൈരളിക്കാർ മാധ്യമപ്രവർത്തകരല്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി, മാധ്യമപ്രവർത്തകരുള്ള അവരുടെ അപ്രോച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് സുരേഷ് ഗോപി ഇപ്പോൾ താനാണ് ഇവിടുത്തെ എന്തോ വലിയ സംഭവം എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കൊണ്ടു വേണം ഇതെന്നാ മതി. എയിംസ് കേരളത്തിന്റെ ഒരു ആവശ്യമായി ഏറെക്കാലം മുൻപ് തന്നെ പല സ്ഥലങ്ങൾ അക്വയർ ചെയ്യുകയും പല സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഈ ചേർത്തലയ്ക്കടുത്ത് വരെ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും സംസ്ഥാന സർക്കാർ റെഡിയാ. അല്ല ഉദയ സ്റ്റുഡിയോയുടെ മുകളിൽ കൊണ്ടുവന്ന് ഹെലികോപ്റ്റർ പറത്തിയിട്ട് 300 ഏക്കർ കാണിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പന്തളത്ത് വേണമെന്നുണ്ടെങ്കിലും അതിനുള്ള സ്ഥലവുമുണ്ട്. ഇനി അല്ല തിരുവനന്തപുരത്താണെങ്കിൽ അവിടെയും സ്ഥലമുണ്ട്. കോട്ടയത്താണെങ്കിൽ പോലും എൻ്റെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശം കിടപ്പുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എയിംസ് ആദ്യം നിങ്ങൾ കൊണ്ടുപോവാ, പേപ്പർ വർക്ക് തീരട്ടെ. എയിംസിനെ നിങ്ങൾക്ക് അനുവദിച്ചു എന്നൊരു വാക്ക് കേൾപ്പിക്കൂ. ആ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഹൈവേ വികസനത്തിന് സ്ഥലം കെട്ടുന്നതിന് വേണ്ടിയിട്ട് 5000 ചില്ലുവാനും കോടി രൂപ മുടക്കിയ സംസ്ഥാന സർക്കാരാണുള്ളത്. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എയിംസിന്റെ അനുമതി കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ട് മാത്രം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുക. ഇനി ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് ഈ സുരേഷ് ഗോപിക്ക് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപി ഇപ്പൊ നിൽക്കുന്നത് ജീവിതത്തിലാണ്, രാഷ്ട്രീയക്കാരനായിട്ടാണ്, ഒരു സഹമന്ത്രിയായിട്ടാണ്. അല്ലാതെ രഞ്ജി പണിക്കർ എഴുതി വെച്ച പിന്നെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു ശക്തനായ കഥാപാത്രമായിട്ടല്ല സുരേഷ് ഗോപി ജീവിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ മന്ത്രി മാത്രമാണ്, അതൊരു സഹമന്ത്രി മാത്രമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, സുരേഷ് ഗോപിയെ കൊണ്ട് പറ്റുമെങ്കിൽ പെട്രോളിന്റെ വില കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അതൊരു വലിയ ഒരു ആശ്വാസമായിരിക്കും. അതെങ്കിലും ചെയ്തു കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ട് മതി ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ എയിംസ് അനുവദിച്ച് കഴിഞ്ഞില്ലേ പിന്നെ സ്ഥലത്തിന്റെ കാര്യം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ എല്ലാ കുറ്റങ്ങളും സംസ്ഥാന സർക്കാർ ഭൂമി അനുവദിച്ചു തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ എയിംസ് തരാത്തത് എന്നൊക്കെ പറയുന്ന വിടുവായത്തം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ട് പറ്റിക്കാൻ ഉള്ള ശ്രമം ഒന്നും നടത്തണ്ട.